പ്രശ്നകലുഷിതമായ നാളുകളിലൂടെയാണ് നടനും രാഷ്ട്രീയ നേതാവുമായ വിജയ് ഇന്ന് കടന്നുപോകുന്നത്. തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി അധിക നാളുകളില്ല. ടി.വി.കെ എന്ന പാർട്ടിയുമായി കന്നിയംഗത്തിന് ഒരുങ്ങുകയാണ് വിജയ്. ചുറ്റും പ്രശ്നങ്ങളുടെ ഒരു നിര തന്നെയുണ്ട് താനും. ഭാര്യ സംഗീത നൽകിയ ഡിവോഴ്സ് പെറ്റീഷനാണ് ഇതിൽ ഏറ്റവും പ്രധാനം. വിജയുടെ പ്രതിച്ഛായയ്ക്ക് കാര്യമായ ക്ഷതം ഈ ഡിവോഴ്സ് പെറ്റീഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. കാരൂർ ദുരിതത്തിൽ വിജയ് വിമർശനം നേരിട്ടതിന് ശേഷമാണ് ഡിവോഴ്സ് പെറ്റീഷൻ ചർച്ചയായത്. എവിടെയൊക്കെയോ വിജയ്ക്ക് പിഴയ്ക്കുന്നുണ്ടെന്നും താരത്തിൻ്റെ രാഷ്ട്രീയ ഭാവി പ്രവചനാതീതമാണെന്നും വിലയിരുത്തൽ. ഇതിനിടെ വിജയുടെ അവസാന സിനിമയായി കണക്കാക്കപ്പെട്ടിരുന്ന ജനനായകൻ്റെ റിലീസ് അനിശ്ചിതത്വത്തിലുമാണ്. ഇപ്പോഴിതാ വിജയെക്കുറിച്ചുള്ള മറ്റൊരു റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. വിജയ് തൻ്റെ സ്വത്തുക്കളിൽ പലതും വിറ്റുകൊണ്ടിരിക്കുകയാണെന്ന് പ്രചരിക്കുന്ന വാർത്തകൾ. ചെന്നൈയിലെ തൻ്റെ പ്രധാന സ്വത്തുക്കളിൽ പലതുമാണ് വിജയ് വിൽക്കുന്നത്. അണ്ണാനഗറിലെ പ്രോപ്പർട്ടി 35 കോടി രൂപയ്ക്ക് വിറ്റു. ഒരു വർഷത്തോളമായി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ പെട്ടെന്നുള്ള കാരണങ്ങളാൽ 35 കോടിക്ക് ഡീൽ നടന്നു എന്നാണ് റിപ്പോർട്ടുകൾ. 2 പ്രോപ്പർട്ടികൾ കൂടി ഇത്തരത്തിൽ വിൽക്കാൻ നീക്കം നടത്തുന്നുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. അതേസമയം പാർട്ടിയിലേക്കുള്ള ഫണ്ടിംഗ് വേണ്ടിയല്ല ഈ വിൽപ്പന. 2 കാരണങ്ങളാണ് ഇതിന് പറയപ്പെടുന്നത്. ഭാര്യ സംഗീതയുമായുള്ള വിവാഹമോചനം മുന്നിൽ കണ്ടാണ് നീക്കമെന്നാണ് ആദ്യ നിഗമനം. തനിക്ക് അർഹമായ ജീവനാംശം നൽകണമെന്ന് സംഗീത ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് വിജയ് ഇങ്ങനെ ചെയ്യുന്നത്. വെറും കൈയോടെ ബന്ധം പിരിയാൻ സംഗീത തയ്യാറുമല്ല. 27 വർഷം നീണ്ട വിവാഹബന്ധം, മക്കളുടെ വിദ്യാഭ്യാസം, ഭാവി എന്നിവയെല്ലാം പരിഗണിച്ച് വലിയ ജീവനാംശം വിജയ് നൽകേണ്ടി വരും. സ്വത്തുക്കളിൽ സംഗീതയ്ക്ക് അവകാശവാദവും ഉന്നയിക്കാം. ഇതെല്ലാം മുന്നിൽ കണ്ടായിരിക്കാം വിജയ് സ്വത്തുക്കളിൽ ചിലതൊക്കെ വിറ്റു മാറ്റുന്നത്. രാഷ്ട്രീയമാണ് പറയപ്പെടുന്ന മറ്റൊരു കാരണം. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വിജയ്ക്ക് സത്യവാങ്മൂലം നൽകുമ്പോൾ തൻ്റെ സ്വത്തുക്കളുടെ പൂർണ്ണ വിവരം നൽകേണ്ടി വരും. അതിനാൽ സമ്പത്ത് കുറച്ച് കാണിക്കാനായിരിക്കാം ഈ നീക്കമെന്നും പറയപ്പെടുന്നു. തമിഴകത്തെ ഫിലിം ജേർണലിസ്റ്റുകൾ പറയുന്നത് പ്രകാരം വിജയും സംഗീതയും ഏറെക്കാലമായി അകൽച്ചയിലാണ്. 2021 മുതൽ വിജയ് വീടിൻ്റെ താഴത്തെ നിലയിൽ ഒറ്റയ്ക്കാണ്. സംഗീത മുകളിലത്തെ നിലയിലും. ഇവർ നേരിൽ സംസാരിക്കാറില്ല. ഒരു സ്ത്രീ നേരിട്ട അനീതിയാണെന്നാണ് ജേർണലിസ്റ്റ് ബാലാജി പ്രഭു കഴിഞ്ഞ ദിവസം പറഞ്ഞത്.